Hi students, current electricity-യുമായി ബന്ധപ്പെട്ട എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള തിയറീസ് നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. നമുക്കിനി ഇതുവരെയുള്ള എൻട്രൻസ് എക്സാമിനേഷനുകളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. The current flowing through a wire depends on time as I is equal to 3t square plus 2t plus 5. The charge flowing through the cross section of the wire in time from t is equal to 0 to t equal to 2 seconds is options A 22 coulomb, option B 20 coulomb, option C 18 coulomb, option D 5 coulomb. ക്വസ്റ്റ്യൻ നോക്കാം. അതായത് ചോദ്യത്തിൽ തന്നിരിക്കുന്നത് ഐയുടെ വാല്യൂ തന്നിട്ടുണ്ട്. I is equal to എത്രയാണ് തന്നിരിക്കുന്നത്? 3t square plus 2t plus 5. ഇതാണ് I തന്നിരിക്കുന്നത്. നമുക്ക് എന്താണ് കാണേണ്ടത്? ചാർജ് ആണ് കാണേണ്ടത് അല്ലേ? എപ്പോ ഫ്രം t is equal to 0 to t is equal to 2 സെക്കൻഡ്. ഈ സമയത്തിലുള്ള അതിലേക്കുള്ള ചാർജ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. I is equal to dq divided by dt എന്ന് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ dq is equal to എങ്ങനെ എഴുതാം? I into dt എന്ന് എഴുതാം, which is equal to 3t square plus 2t plus 5 into dt എന്ന് പറയാം. ഇതാണ് എന്ത്? dq കാണാനുള്ള ഇക്വേഷൻ. എങ്കിൽ dq കിട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ ചാർജ് q എന്ന് പറയുന്നത് ഇന്റഗ്രൽ 0 t equal to 0 to t equal to 2 dq എന്ന് നമുക്ക് പറയാം അല്ലേ? that is q is equal to integral 0 to 2 3t square plus 2t plus 5 into dt. ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ 3 into t cube by 3 plus 2 into t square by 2 plus 5 into t from where to where? From 0 to 2. 3 cancelled, 2 cancelled. നമുക്ക് എന്ത് കിട്ടും? t cube plus t square plus 5t എന്ന് കിട്ടും അല്ലേ? ഞാൻ അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു, ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യണ്ട, കാരണം അത് ഓൾറെഡി 0 ആണ്. അപ്പൊ എത്ര കിട്ടും? 2ന്റെ ക്യൂബ് പ്ലസ് 2ന്റെ സ്ക്വയർ പ്ലസ് 5 into 2. that is 8 plus 4 plus 10 which is equal to 8 4 12 22. so the answer is 22 coulomb. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. The temperature coefficient of resistance for a wire is 0.00125 per degree Celsius. At 300 Kelvin, its resistance is 1 ohm. The temperature at which the resistance becomes 2 ohm is option A 1154 1000 and 1154 Kelvin, option B 1100 Kelvin, option C 1400 Kelvin, option D 1127 Kelvin. ഓക്കെ, അപ്പൊ ചോദ്യം തന്നിരിക്കുന്നത് ആൽഫയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ആൽഫയുടെ വാല്യൂ എത്രയാണ് തന്നിരിക്കുന്നത്? 0.00125 പെർ ഡിഗ്രി സെൽഷ്യസ് എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ? അതായത് ആൽഫയുടെ വാല്യൂ ഡിഗ്രി സെൽഷ്യസിലാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന ടെമ്പറേച്ചറിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡിഗ്രി സെൽഷ്യസിലോട്ട് മാറ്റണം. ദാറ്റ് ഈസ് 300 കെൽവിൻ. അതായത് T1 ഈസ് ഈക്വൽ ടു 300 കെൽവിൻ എന്നുള്ളത് ആക്ച്വലി എത്രയാണ്? 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. അടുത്തത് എന്താണ്? ആ സമയത്ത് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് R1 which is equal to എത്രയാണ്? 1 ohm ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? R2, അതായത് R2ന്റെ വാല്യൂ 2 ohm ആകുമ്പോഴുള്ള ടെമ്പറേച്ചർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, R1ഉം R2ഉം T1ഉം T2ഉം ആൽഫയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇക്വേഷൻ എന്താണ്? R1 divided by R2 is equal to 1 plus alpha T1 divided by 1 plus alpha T2 എന്നാണ് ഇക്വേഷൻ അല്ലേ? നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. that is 1 divided by 2 is equal to 1 plus ആൽഫയുടെ വാല്യൂ 0.00125 into T1ന്റെ വാല്യൂ 27 divided by 1 plus 0.00125 into T2 എന്ന് നമുക്ക് കിട്ടും.
ഓക്കെ, ഇനി ഇതിന് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്തൊക്കെ എടുക്കുകയാണെങ്കിൽ T2 ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? T2ന്റെ വാല്യൂ ഏകദേശം 854 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്തിനാണ്? കെൽവിനിലാണ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇതിന്റെ കൂടെ 273 കൂട്ടുക. അപ്പൊ നമുക്ക് 4 3 7 5 5 10 12 8 2 10 1 11. അപ്പൊ 1127 കെൽവിൻ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. മൂന്നാമത്തെ ചോദ്യം നോക്കാം. ഇൻ എ കണ്ടക്ടർ ഇഫ് 3000 കൂളം ഓഫ് ചാർജസ് enters and 3000 coulomb of charge exists in time 10 minutes, then the current is option A 5 ampere, option B 10 ampere, option C 2.5 ampere, option D 0. The answer is, അപ്പോൾ 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. 5 ആംപിയർ, 10 ആംപിയർ, 2.5 ആംപിയർ, 0 അല്ലേ. അപ്പോൾ ശ്രദ്ധിച്ചേ, ഇവിടെ ക്യൂവിന്റെ വാല്യൂ എത്രയാണ് തന്നിരിക്കുന്നത്? 3000 കൂളം, 3000 കൂളം ചാർജ് ആണ് ആ സമയത്ത് എക്സിസ്റ്റ് ചെയ്യുന്നത്. ടൈം എന്ന് പറയുന്നത് 10 മിനിറ്റ്സ് ആണ് അല്ലേ. T is equal to 10 മിനിറ്റ്സ് ആണ്. ഓക്കെ, നമ്മൾ ഇതിനെ എസ് ഐയോട്ട് മാറ്റുമ്പോൾ 10 into 60 ദാറ്റ് ഈസ് 600 സെക്കൻഡ്. നമുക്ക് എന്താ കാണേണ്ടത്? കറണ്ട് ആണ് കാണേണ്ടത്. ഐ കാൽക്കുലേഷൻ I is equal to Q divided by T, which is equal to 3000 divided by 600. So the answer is 5 ampere. നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ 5 ആംപിയർ ആണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ. എ വയർ 100 സെന്റിമീറ്റർ ലോങ് and 2.0 millimeter diameter has a resistance of 0.7 ohm. The electrical resistivity of the material is option A 4.4 into 10 raised to minus 6 ohm meter, option B 2.2 into 10 raised to minus 6 ohm meter, option C 1.1 into 10 raised to minus 6 ohm meter, option D 0.22 into 10 raised to minus 6 ohm meter. ഓക്കെ, നമുക്കറിയാം റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ R is equal to rho L by A എന്നാണ്. ഇതിൽ ഈ റോ ആണ് എന്തെന്ന് പറയുന്നത്? റെസിസ്റ്റിവിറ്റി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, എങ്കിൽ റെസിസ്റ്റിവിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? R into A divided by L എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി അവർ ചോദിച്ചിരിക്കുന്നത് റെസിസ്റ്റിവിറ്റി ഓഫ് ദി മെറ്റീരിയൽ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. റെസിസ്റ്റൻസിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ റോ ഇസ് ഈക്വൽ ടു RA by L എന്ന് നമുക്ക് ഇക്വേഷൻ ഉണ്ട്, വിച്ച് ഇസ് ഈക്വൽ ടു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. റെസിസ്റ്റൻസിന്റെ വാല്യൂ എത്രയാണ് തന്നിരിക്കുന്നത്? റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.7 ഓം ആണ്. സോ ഇറ്റ് ഈസ് 0.7 ഇൻറ്റു ഏരിയ. ഒരു വയർ അല്ലേ തന്നിരിക്കുന്നത് അല്ലേ, വയർ. അപ്പോൾ വയറിന്റെ ഏരിയ കാൽക്കുലേഷൻ എന്താണ്? പൈ R സ്ക്വയർ എന്നാണ്. ഓക്കെ, അപ്പോൾ പൈയുടെ വാല്യൂ 22/7 ആണ് ഇൻറ്റു R റേഡിയസ് ആണ്. ആ റേഡിയസിന്റെ വാല്യൂ എത്ര വന്നിരിക്കുന്നത്? പൈ R സ്ക്വയർ. സ്മോൾ ലെറ്റർ R ഉപയോഗിക്കാം, പൈ R സ്ക്വയർ. ഡയമീറ്റർ 2 മീറ്റർ ആണെങ്കിൽ റേഡിയസ് 1 മീറ്റർ ആയിരിക്കും. അപ്പോൾ 1 into 10 raised to minus 3 the whole square, the whole divided by length 100 സെന്റിമീറ്റർ ആണ്. അപ്പോൾ 1 മീറ്റർ ആണ് അല്ലേ. വിച്ച് ഈസ് ഈക്വൽ ഈ 0.7ഉം 10ഉം 7ഉം വെട്ടി പോകുമ്പോൾ താഴെ ഒരു 10 വരും. അതായത് 0.7 into 10 അല്ലേ. അപ്പോൾ വെട്ടിപ്പോൾ 10 വരും. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 22/10. അപ്പോൾ 2.2 into 10 raised to minus 6 എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ ദ വാല്യൂ ഈസ് 2.2 into 10 raised to minus 6 ഓം മീറ്റർ. നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. The drift velocity of the electrons in a copper wire of length 2 meter under the application of a potential difference of 200 volt is 0.5 meter per second. Their mobility is bracketed in meter square per volt per second. Okay, option A 2.5 into 10 raised to minus 3, option B 2.5 into 10 raised to minus 2, option C 5 into 10 raised to 2, option D 5 into 10 raised to minus 3. അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി തന്നിട്ടുണ്ട്. ഡ്രിഫ്റ്റ് വെലോസിറ്റി അണ്ടർ ദ ആപ്ലിക്കേഷൻ ഓഫ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 200 വോൾട്ട് ഈസ് 0.5 മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലേ. VD ഈസ് ഈക്വൽ ടു 0.5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് V എന്ന് പറയുന്നത് 200 വോൾട്ട് ആണ്. ഓക്കെ, ലെങ്ത് തന്നിരിക്കുന്നത്, ഡിസ്റ്റൻസ് തന്നിരിക്കുന്നത് 2 മീറ്റർ ആണ്. എങ്കിൽ V ഈസ് ഈക്വൽ ടു ഇഡി എന്നൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്.
അങ്ങനെയാണെങ്കിൽ E is equal എന്ത് പറയാം? V by D എന്ന് പറയാം. അപ്പൊ ആൻസർ 200/2 which is equal to 100 എന്ന് നമുക്ക് കിട്ടും. അപ്പൊ E യുടെ വാല്യൂ 100 എന്ന് കിട്ടി. എങ്കിൽ മൊബിലിറ്റി കാണുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്നാണ്. സോ ഇറ്റ് ഈസ് 0.5 ഡിവൈഡഡ് ബൈ 100 എന്ന് നമുക്ക് കിട്ടും. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 0.5 into 10⁻⁻², അല്ലെങ്കിൽ 5 into 10⁻³ ആണ് നമ്മുടെ ആൻസർ. സോ അവർ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ആറാമത്തെ ക്വസ്റ്റ്യൻ. A color coded carbon resistor has the colors orange, blue, green and silver. Its resistance value and tolerance percentage respectively are option A 36 into 10⁵ ohm and 10%, option B 36 into 10⁴ ohm and 5%, option C 63 into 10⁵ ohm and 10%, option D 35 into 10⁶ ohm and 5%. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന കളറുകൾ ഏതൊക്കെയാണ്? ഓറഞ്ച്, പിന്നെ ഓറഞ്ച് തന്നിട്ടുണ്ട്, ബ്ലൂ തന്നിട്ടുണ്ട്, then ഗ്രീൻ ആൻഡ് സിൽവർ. സിൽവറിന്റെ എന്തായാലും ±10% ആണ്. അപ്പൊ തന്നെ നമുക്ക് പറയാം ഓപ്ഷൻ എ ഓർ സി ആണ് ആൻസർ വരുന്നത്. ഇനി ഓറഞ്ച് നോക്കാം. നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ. ബി റോയി ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഹാസ് എ വെരി ഗുഡ് വൈഫ് എന്നൊക്കെ പറഞ്ഞൊരു നിങ്ങൾ ഇത് പഠിച്ചിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ഇവിടെ വെച്ച് നമ്മൾ നോക്കി, ഓറഞ്ച് വരുമ്പം ബ്ലാക്ക്, റെഡ്, ഓറഞ്ച്. അപ്പോൾ 0 1 2 3. അപ്പോൾ ഇവിടെ 3 വരും. അപ്പൊ നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കി, അപ്പൊ 3 വന്നു. അപ്പൊ തന്നെ മനസ്സിലായി ഓപ്ഷൻ എ ആണ് ആൻസർ. ബാക്കിയുള്ള കൂടെ നോക്കാം. ബ്ലൂ ഈസ് 4 5 6. Green is 5, that is 10⁵. So 36 into 10⁵ ohm ±10% tolerance. So this is our answer. Another question. Two resistors of resistances R1 and R2 having R1 greater than R2 are connected in parallel for equivalent resistance capital R. Then the correct statement is option A R1 is greater than R1 plus R2, option B R1 is less than R less than R2, option C R2 is less than R less than R1 plus R2, option D R less than R1. നമുക്കറിയാം പാരലൽ കോമ്പിനേഷനിൽ എല്ലായ്പ്പോഴും ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസുകളായിരിക്കും. അപ്പൊ തന്നിരിക്കുന്ന റെസിസ്റ്റൻസ് ഏതാണോ അതിലെ ചെറുതിനേക്കാൾ ചെറുതായിരിക്കും എന്തെന്ന് പറയുന്നത് ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതായിരിക്കും? ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി, ആർ ലെസ് ദാൻ R1. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. എ വയർ ഓഫ് റെസിസ്റ്റൻസ് 12 ohm per meter is bent to form a complete circle of radius 10 cm. The resistance between its two diametrically opposite points A and B shown in the figure is. അപ്പോൾ ഫിഗർ തന്നിട്ടുണ്ട്. ഇത് രണ്ടുമാണ് പോയിന്റ്സ് എ ആൻഡ് ബി. എങ്കിൽ വാട്ട് ഇസ് ദ റെസിസ്റ്റൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഓക്കെ, ഓപ്ഷൻസ് ഏതൊക്കെയാണ്? പോയിന്റ് 6π, 3 ohm, 6π ohm, 6 ohm. നമുക്കിവിടെ ചെയ്യാവുന്നത്, ഇവിടെ തന്നിരിക്കുന്ന വാല്യൂസ് ഒന്ന് നോക്കാം. എന്താണ്? 12 ohm per meter എന്ന് തന്നിട്ടുണ്ട്. അതായത് 1 മീറ്ററിൽ 12 ohm റെസിസ്റ്റൻസ് ആണ് ഈ വയറിനുള്ളത്. എങ്കിൽ ഈ വയറിന്റെ ടോട്ടൽ ലെങ്ത് എത്രയാണ്? ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 2πr ആണ് അല്ലേ? കാരണം സർക്കിളിന്റെ പെരിമീറ്റർ, ദാറ്റ് ഈസ് 2π into what is the radius of the circle? It is formed radius 10 centimeter ആണ് അല്ലേ? അപ്പോൾ 10 into 10⁻², 10 into 10⁻², അപ്പോൾ 10⁻1 വരും. അതായത് 0.2π എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഇത് 12 ohm per meter ആണ്. അപ്പോൾ ടോട്ടൽ ലെങ്ത് കിട്ടി. എങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് കാൽക്കുലേഷൻ എന്താണ്? ടോട്ടൽ റെസിസ്റ്റൻസ് R is equal to this 0.2π into 12.
that is 2.4 ohm എന്ന് 2.4 pi ohm എന്ന് കിട്ടും. This is the total resistance. ഇനി ഇതിന്റെ പകുതി സെക്ഷനിലാണ് സെമി സർക്കിളിലെ പോയിന്റ്സ് ആണ് ഈ എയും ബിയും അല്ലേ. അപ്പൊ ഇതിന് നേരെ പകുതിയേ ഉള്ളൂ എന്ത് ഇവിടെ ഈ ഒരു ഹാഫ് സെക്ഷന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ആർ ഡാഷ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം 2.4 ഡിവൈഡഡ് ബൈ 2 പൈ വിച്ച് ഈസ് ഈക്വൽ ടു 1.2 പൈ ഓം എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി ശ്രദ്ധിച്ചേ, അപ്പൊ ഈ സെക്ഷന്റെ റെസിസ്റ്റൻസ് 1.2 പൈ ഓം, ഈ സെക്ഷൻ്റെ 1.2 പൈ ഓം. ഇത് രണ്ടും എന്ത് ചെയ്തിരിക്കുക, ഇത് രണ്ടും പാരലൽ കോമ്പിനേഷൻ ആണ്. കണ്ട, ഇത് ആക്ച്വലി എന്താണ്, രണ്ടും പാരലൽ കോമ്പിനേഷൻ ആണ്. പാരലൽ കോമ്പിനേഷൻ വരുമ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് രണ്ട് സെയിം അല്ലേ, രണ്ട് സെയിം ആണെങ്കിൽ പാരലൽ കോമ്പിനേഷൻ കാണാൻ എന്താ ഇക്വേഷൻ, ആർ ഡാഷ് ബൈ 2 ചെയ്താൽ മതി. അതായത് 1/r പ്ലസ് 1/r ദാറ്റ് ഈസ് 2/r, തിരിച്ചിടുമ്പോൾ r ബൈ 2. അപ്പൊ ആൻസർ എന്ത് വരും, 1.2 പൈ ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് 0.6 പൈ ഓം എന്ന് നമുക്ക് ആൻസർ കിട്ടും. നമ്മുടെ ആൻസർ ഏതാണ്, ഓപ്ഷൻ എ ആണ്. 9ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ദ ഗിവൺ ഫിഗർ equivalent resistance between capital A and B will be. ഫിഗർ തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ 14/3 ഓം, ഓപ്ഷൻ ബി 3/14 ഓം, ഓപ്ഷൻ സി 9/14 ഓം, ഓപ്ഷൻ ഡി 14/9 ഓം. ഓക്കെ, ഇപ്പൊ ശ്രദ്ധിച്ചേ, നമുക്ക് ഫിഗർ ഒന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ് ഫിഗർ തന്നിരിക്കുന്നത്. ഇത് 6 ഓം, ഇത് 8 ഓം, ഇത് 7 ഓം, ഇത് 3 ഓം, ഇത് 4 ഓം. നമ്മൾ ഉടനെ ഇതെല്ലാം കൂടെ കൂട്ടി ഇതിനകത്ത് സീരീസ് ഏതാണ് പാരലൽ ഏതാണെന്നൊക്കെ കണ്ടുപിടിച്ച് എല്ലാം കൂടെ ചെയ്യാൻ പോകും അല്ലേ. അപ്പൊ ഇങ്ങനൊരു ഫിഗർ തന്നാൽ ഉടനെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇവ രണ്ടുപേരെയും, അതായത് ഇങ്ങനെ പരസ്പരം സീരീസ് ആയിട്ടുള്ളവരെ ഒന്ന് ചെക്ക് ചെയ്യുക. ഇത് പി, ഇത് ക്യൂ, ഇത് ആർ, ഇത് എസ് ആണെങ്കിൽ P/Q ഈസ് ഈക്വൽ ടു R/S ആണോ എന്ന് ചെക്ക് ചെയ്യുക ആദ്യം. അപ്പൊ നോക്കിയേ, 3/6 ഈക്വൽ ടു 4/8 ഈക്വൽ ടു 1/2. അതെ, P/Q ഈക്വൽ ടു എന്താണ്, R/S ആണ്. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ വീറ്റ് സ്റ്റോൺ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു റെസിസ്റ്ററിലൂടെ എന്ത് ഒഴുകുന്നില്ല, കറണ്ട് ഒഴുകുന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരു റെസിസ്റ്ററിന്റെ ആവശ്യം ഇവിടെ ഇല്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ഫിഗർ എന്ന് പറയുന്നത് ഇങ്ങനെ മാത്രമാണ്. കാരണം നടുക്കത്തെ റെസിസ്റ്റൻസിന് പ്രാധാന്യമില്ല. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇത് 3, ഇത് 4, ഇത് 6, ഇത് 8 അല്ലെ. ഇത് രണ്ട് സീരീസിൽ ആ സീരീസ് കോമ്പിനേഷൻ പരസ്പരം പാരലൽ. അപ്പൊ എന്ത് വരും, 7 ഓം ഈസ് പാരലൽ ടു 14 ഓം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസാനം ഈ ഫിഗർ വന്നിരിക്കുന്നത്. നമ്മളിതിനെ എന്ത് ചെയ്യുക, പാരലൽ കോമ്പിനേഷൻ ചെയ്യുക. അപ്പോൾ 1/r ഈസ് ഈക്വൽ ടു 1/7 പ്ലസ് 1/14 വിച്ച് ഈസ് ഈക്വൽ ടു 21/7 ഇൻറ്റു 14. അപ്പോൾ 6 തിരിച്ചെടുക്കുമ്പോൾ r ഈസ് ഈക്വൽ ടു 7 ഇൻറ്റു 14 ഡിവൈഡഡ് ബൈ 21. ദാറ്റ് ഈസ് r ഈസ് ഈക്വൽ ടു 14/3 ഓം. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ എ. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കിർച്ചോസ് ഫസ്റ്റ് ലോ ദാറ്റ് ഈസ് സമ്മേഷൻ I ഈക്വൽ ടു 0 അറ്റ് എ ജംഗ്ഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ്. ഞാൻ തിയറി പറഞ്ഞപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ കിർച്ചോസ് ഫസ്റ്റ് ലോ ഓർ കറന്റ് ലോ ഈസ് ബേസ്ഡ് ഓൺ ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ എ. 11ാമത്തെ ക്വസ്റ്റ്യൻ. എ ഗാൽവനോമീറ്റർ ഹാസ് എ റെസിസ്റ്റൻസ് ഓഫ് 3663 ohm. A shunt S is connected across it such that 1/34 of the total current passes through the galvanometer. Then the value of shunt is option A 3663 ohm, option B
111 ohm, option C 107.7 ohm, option D 3555.3 ohm. Okay, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഗാൽവനോമീറ്റർ കറണ്ട് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എസ് ബൈ എസ് പ്ലസ് ജി ഇൻറ്റു ഐ എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഐ ജി ഡിവൈഡഡ് ബൈ ഐ ഈസ് ഈക്വൽ ടു എസ് ബൈ എസ് പ്ലസ് ജി എന്ന് നമുക്ക് പറയാം. ഈ ഐ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഐ ജി ഇസ് ഗിവൺ ആസ് ഐ ബൈ 34. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഐ ആയിരിക്കും വേണ്ടി പോവും. അപ്പോൾ ആൻസർ ഈസ് 1/34 ഈസ് ഈക്വൽ ടു എസ് ബൈ എസ് പ്ലസ് ജി എന്ന് വരും. ഇതിനെ ഒന്ന് ചെയ്യാമെങ്കിൽ ദാറ്റ് ഈസ് ഒന്ന് തിരിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ 34 ഈസ് ഈക്വൽ ടു എസ് പ്ലസ് ജി ബൈ എസ്. ദാറ്റ് ഈസ് 34 ഈസ് ഈക്വൽ ടു 1 പ്ലസ് ജി ബൈ എസ്. ദാറ്റ് ഈസ് 33 ഈസ് ഈക്വൽ ടു ജി ബൈ എസ്. Then the value of S is equal to G by S, which is equal to, what is the value of G? G is given as 3663 divided by 33. Okay, so our answer is 111 ohm. So option B is the right answer. 12th question. N cells each of EMF E and internal resistance small r send the same current through an external resistance capital R, whether the cells are connected in series or parallel are option A capital R is equal to NR, option B capital R equal to small r, option C small r is equal to N into capital R, option D capital R is equal to root of NR. നോക്കിക്കേ, n സെൽസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴുള്ള കറണ്ട് കാണുന്ന ഇക്വേഷൻ ഐ ഇൻ സീരീസ്, അതായത് സെൽസ് ഇൻ സീരീസ് ആണ് നമ്മൾ പറയുന്നത്. സെൽസ് ഇൻ സീരീസിലെ കറണ്ട് ഐ ഇസ് ഈക്വൽ ടു എൻ ഇ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എൻ ആർ എന്നാണ്. ഇനി സെൽസിനെ പാരലലായിട്ട് കണക്ട് ചെയ്യും, സെൽസ് ഇൻ പാരലൽ. ആ സമയത്തുള്ള കറണ്ട് കാണുന്ന ഇക്വേഷൻ എൻ ഇ ഡിവൈഡഡ് ബൈ എൻ ആർ പ്ലസ് ആർ എന്നാണ്. അപ്പോൾ ഇത് ഐ സീരീസ് ആണ്, ഇത് ഐ പാരലൽ ആണ്. അപ്പോൾ തന്നിരിക്കുന്നത് ദിസ് സെൽ സെൻസ് ദ സെയിം കറണ്ട് ത്രൂ ദ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ ആർ എന്നാണ്. അപ്പോൾ എന്താണ് അർത്ഥം? ഇവിടെ സീരീസ് കറണ്ട് ഈസ് ഈക്വൽ ടു പാരലൽ കറണ്ട് എന്നാണ്. ദാറ്റ് ഈസ് എൻ ഇ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ആർ പ്ലസ് എൻ ആർ ഈസ് ഈക്വൽ ടു എൻ ഇ ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു ക്യാപിറ്റൽ ആർ പ്ലസ് ആർ എന്ന് പറയാം. അപ്പോൾ എന്നിയും എന്നിയും ക്യാൻസൽ ആയി പോയി. നമുക്ക് എൻ ക്യാപിറ്റൽ ആർ പ്ലസ് ആർ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ പ്ലസ് എൻ ആർ എന്ന് പറയാം. ഞാൻ ഒരേ ടേംസാണ് ഇപ്പോഴത്തെ കൊണ്ടുവരുമ്പോൾ എൻ ഇൻറ്റു ആർ മൈനസ് ആർ ഈക്വൽ ടു എൻ ഇൻറ്റു ആർ മൈനസ് ആർ എന്ന് വരും. ദാറ്റ് ഈസ് ആറിനെ വെളിയിലെടുത്തു കഴിഞ്ഞാൽ n മൈനസ് 1 ഈക്വൽ ടു ആർ ഇൻറ്റു n മൈനസ് 1. ഇത് രണ്ടും വെട്ടിപ്പോവും. സോ ആർ ഈസ് ഈക്വൽ ടു സ്മോൾ ആർ. ദാറ്റ് ഈസ് അവർ ആൻസർ ഈസ് ഓപ്ഷൻ ബി. 13th question. A galvanometer can be converted into an ammeter by connecting option A low resistance in series, option B high resistance in parallel, option C low resistance in parallel, option D high resistance in series. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗാൽവനോമീറ്റർ എന്ന് പറയുന്ന സാധനത്തെ ഒരു അമ്മീറ്റർ ആയിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ നിലവിലുള്ള റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കണം, എങ്കിൽ മാത്രമേ മാക്സിമം കറണ്ടിനെ അത് പാസ് ചെയ്യിക്കത്തുള്ളൂ. അപ്പോൾ ഒരു ഐഡിയൽ അമ്മീറ്ററിന്റെ റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറയുന്നത് 0യും ഒരു ഐഡിയൽ വോൾട്ട് മീറ്ററിന്റെ റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറയുന്നത് ഇൻഫിനിറ്റും ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിലവിലുള്ള ഒരു സർക്യൂട്ടിന്റെ റെസിസ്റ്റൻസ് കുറയ്ക്കാനുള്ള മാർഗം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ചെറിയ റെസിസ്റ്റൻസിനെ ആ സർക്യൂട്ടിന് പാരലലായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇപ്പോഴുള്ള സർക്യൂട്ടിന്റെ റെസിസ്റ്റൻസ് വാല്യൂ വളരെ താഴും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഒരു ഗാൽവനോമീറ്ററിനെ അമ്മീറ്ററാക്കി കൺവേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ലോ റെസിസ്റ്റൻസിനെ അതിന് പാരലലായിട്ട് കണക്ട് ചെയ്യുക. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ സി. 14th question. An ammeter of 5 ohm
resistance can read 5 milliampere. If it is to be used to read 100 volt, how much resistance is to be connected in series? Option A 19.995 ohm. Option B 199.995 ohm. Option C 1999.95 ohm. Option D 19,995 ohm. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു അമ്മീറ്ററിനെ വോൾട്ട് മീറ്റർ ആക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം. അപ്പോൾ കണക്ട് ചെയ്യേണ്ട റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വി ബൈ ഐ ജി മൈനസ് ക്യാപിറ്റൽ ജി എന്നാണ്. ഓക്കെ, ദാറ്റ് ഈസ് വോൾട്ട് എത്ര വോൾട്ടിലാണ് മെഷർ ചെയ്യേണ്ടത്? 100 വോൾട്ടിൽ 100 ബൈ ഇപ്പോൾ അത് എത്ര കറണ്ട് ആണ് മെഷർ ചെയ്യുന്നത്? 5 മില്ലിയാംപിയർ ആണ് അല്ലേ. അപ്പോൾ 5 മില്ലിയാംപിയർ 5 × 10⁻³ അമ്മീറ്ററിന്റെ റെസിസ്റ്റൻസ്, അതായത് നമ്മൾ അതിനെ ഒരു ഗാൽവനോമീറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണ് കേട്ടോ. ആ അമ്മീറ്ററിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 ഓം ആണ്. എങ്കിൽ എത്ര ആണെന്നാണ് ചോദ്യം അല്ലേ. അപ്പൊ ശ്രദ്ധിച്ചേ, ഇത് ചെയ്യുമ്പോൾ 20 × 10⁻³ മൈനസ് 5, അതായത് 20 × 3 0 വരുന്നു, 20,000 മൈനസ് 5, അപ്പൊ 19,995 ഓം എന്നുള്ളതാണ് ആൻസർ. അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. 15ാമത്തെ ക്വസ്റ്റ്യൻ. A Daniell cell is balanced on 125 centimeter length of a potentiometer wire. Now, the cell is short circuited by a resistance 2 ohm and the balance is obtained at 100 centimeter. എങ്കിൽ the internal resistance of the Daniell cell is option A 0.5 ohm, option B 1.5 ohm, option C 1.25 ohm, option D 2 ohm. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു ഡാനിയൽ സെല്ലിനെ പൊട്ടൻഷ്യോമീറ്റർ വയർ ഉപയോഗിച്ച് ബാലൻസ് ചെയ്ത കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ ഇന്റേണൽ റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ L1 മൈനസ് L2 ഡിവൈഡഡ് ബൈ L2 ഇൻറ്റു ക്യാപിറ്റൽ R എന്നാണ്. ദാറ്റ് ഈസ് L1ന്റെ വാല്യൂ ആദ്യത്തെ ബാലൻസ് പോയിന്റ് എത്രയാണ്? 125 മൈനസ് L2ന്റെ വാല്യൂ 100 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു റെസിസ്റ്റൻസ് വാല്യൂ എത്രയാണ് തന്നിരിക്കുന്നത്? 2 ohm. ഓക്കെ, സോ ദ ആൻസർ ഈസ് 25/100 ഇൻറ്റു 2, ദാറ്റ് ഈസ് 1/2 ohm. അപ്പോൾ ഇന്റേണൽ റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ് കിട്ടുന്നത്? 1/2 അഥവാ 0.5 ohm കിട്ടും. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ എ. 16ാമത്തെ ക്വസ്റ്റ്യൻ. The material of wire of potentiometer is option A copper, option B steel, option C manganese, option D aluminum. ഇവിടെ പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്ന എക്യുപ്മെന്റ് നമ്മൾ റെസിസ്റ്റൻസ് മെഷർമെന്റിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ ജോക്കി കൊണ്ട് മൂവ് ചെയ്യിക്കുന്ന സമയത്ത് അതിന്റെ റെസിസ്റ്റൻസ് വാല്യൂ ചേഞ്ച് ചെയ്യാൻ പാടില്ല. ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് എന്ത് ചെയ്യാൻ പാടില്ല? ചേഞ്ച് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ അലോയ്സ് ആണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഈ ഇത്തരം എക്യുപ്മെന്റുകളിൽ റെസിസ്റ്റൻസ് വയറുകളായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻ വെച്ച് അലോയ് ആയിട്ട് വരുന്നത് മാംഗനീൻ ആണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി മാംഗനീൻ. അല്ലെങ്കിൽ മറ്റൊരു മെറ്റീരിയൽ ഉപയോഗിക്കും കോൺസ്റ്റാന്റൻ. ഇതും എന്ത് ഉപയോഗിക്കാറുള്ളതാണ്? ഇതേപോലെ സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് കോയിലുകൾ അല്ലെങ്കിൽ പൊട്ടൻഷ്യോമീറ്റർ വയറായിട്ട് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നതാണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ. 1 kilowatt hour is equal to option A 36 × 10⁵ joule, option B 36 × 10⁵ joule, option C 10⁵ joule, option D 10⁵ joule. അല്ലേ, ശ്രദ്ധിച്ചേ, 1 കിലോവാട്ട് അവർ എന്നാണ് അല്ലേ, വിച്ച് ഈസ് ഈക്വൽ 1 കിലോവാട്ട് എന്ന് പറയുന്നത് 1000 വാട്ട് ആണ് അല്ലേ. അവർ എന്ന് പറയുന്നത് 60 × 60, അതായത് 60 മിനിറ്റ് 60 സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പോൾ 1000 ഇതിപ്പോൾ എത്ര വരും? 6 36
1 2 3 4 5 ദാറ്റ് ഈസ് ഇൻറ്റു 10⁵ വാട്ട് സെക്കൻഡ് എന്ന് പറയും, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, അത്രയും ജൂൾ എന്ന് പറയാം. ഓക്കെ, സോ ആൻസർ ഈസ് 36 ഇൻറ്റു 10⁵ ജൂൾ. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. 18ാമത്തെ ക്വസ്റ്റ്യൻ. എ 5 degree Celsius rise in temperature is observed in a conductor by passing a current. When the current is doubled, the rise in temperature will be approximately option A 16 degrees Celsius, option B 10 degrees Celsius, option C 20 degrees Celsius, option D 12 degrees Celsius. Okay, ശ്രദ്ധിക്കുക, അക്കോർഡിംഗ് ടു ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് H is equal to I squared RT എന്നാണ് അല്ലേ. അപ്പോൾ H പ്രപ്പോർഷണൽ ടു I സ്ക്വയർ എന്ന് പറയാം. ദാറ്റ് ഈസ് H1 by H2 is equal to I1 by I2 the whole square എന്ന് പറയാം. ഇവിടെ I2ന്റെ വാല്യൂ എന്ന് പറയുന്നത് ഡബിൾ ഓഫ് I1 ആണ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 2 times I1. Then H1 by H2 is equal to I1 by 2 I1 എന്ന് പറയാം, the whole square. I1 cancel ആയി. that is H1 by H2 is equal to 1 by 4 എന്ന് നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ H2 is equal to 4 times H1 എന്ന് പറയാം. that is 4 into 5, that is 20 degree Celsius. അപ്പോൾ എത്ര ഡിഗ്രി സെൽഷ്യസിന്റെ റൈസ് ആണ് ഉണ്ടാകുന്നത്? 20 ഡിഗ്രി സെൽഷ്യസിന്റെ റൈസ് ആണ് ഉണ്ടാകുന്നത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി. താങ്ക് യു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങളും സംശയങ്ങളും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള കൂടുതൽ +1 +2 ക്ലാസ്സുകളുടെ വീഡിയോ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.